ഗലാത്യലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാൽ അനുസ്യൂതമായ ജീവിതക്രമത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവെന്ന് വിവക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ അധികാരത്തിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരായിത്തീരും. എന്നാൽ 5:18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളായ ജഡിക പാപങ്ങൾ, മതപരമായ പാപങ്ങൾ, സാമൂഹ്യ പാപങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതീകരിക്കപ്പെട്ട വിശ്വാസി നയിക്കേണ്ട വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് പ്രസ്തുത വേദഭാഗം തുറന്നു കാട്ടുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-34 തിരുവചനത്തിൽ പറയുന്ന, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശുവിൻ്റെ വചനം ഇവിടെ അന്വർത്ഥമാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം പിന്നെയും തിരിഞ്ഞ് ജാതികളെപ്പോലെ വിഗ്രഹാരാധനയിലും ജഡിക പാപങ്ങളിലും വീണ് കർത്താവിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരം അശുദ്ധമാക്കരുത്. നീതീകരിക്കപ്പെട്ട നാം വിശുദ്ധിയിലേക്ക് വളർന്ന് ക്രിസ്തുവിന് കൂട്ടവകാശികളാകുവാനാണ് ഈ രക്ഷാപദ്ധതിയും നമ്മുടെ നാഥൻ്റെ കഷ്ടാനുഭവവും. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് ഇനിയും ലഭിക്കുകയില്ല എന്നോർക്കുക. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പരിശുദ്ധാത്മാവിനെ തന്ന് കൃപാകാലത്തിലാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നതെന്ന സത്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അതുകൊണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രാർത്ഥനയോട് അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ അധ്യായങ്ങൾ ശ്രദ്ധയോടെ ഉരുവിടുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പുതുക്കം പ്രാപിച്ച് ബലപ്പെടുവാനും ആത്മാവിൻ്റെ ഫലമായ നന്മയെ അനുഭവിക്കുവാനും വചനം നമ്മെ സഹായിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.